നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. 5 വർഷത്തേക്കുള്ള പഞ്ചായത്ത് യുദ്ധം കഴിഞ്ഞു. ചിലരൊക്കെ കോമയിലായി, ചിലർക്ക് കോമ വിട്ടു. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കണക്കുകൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും പുതിയ പുതിയ ഗണിതശാസ്ത്രങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. തുടക്കമിട്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ CPM തന്നെയാണ്. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുമായി സെൻട്രൽ ഡെസ്കിൽ നിന്നും കാവ്യ സുരേഷ് ചേരുന്നു. കാവ്യ സുരേഷ്, എന്തൊക്കെയാണ് ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? ഗോപിക, ഇന്നലെ ഗോവിന്ദൻ മാഷിന്റെ പത്രസമ്മേളനം പൊതുവെ ശാന്തമായിരുന്നു. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പലതിനും മറുപടി പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലെ വേവ് നമുക്ക് മനസ്സിലാകുമായിരുന്നു. കടുത്ത പരാജയത്തിന്റെ നോവുകളും നാണങ്ങളും മറച്ചുവെച്ച് ന്യായീകരണങ്ങൾ നിരത്താനായിരുന്നു ഗോവിന്ദൻ മാഷ് ശ്രമിച്ചത്. പതിവ് പോലെ കോൺഗ്രസിനെ കുത്താൻ മാഷ് ഇന്നലെയും ശ്രമിച്ചു. കോൺഗ്രസ് BJP ധാരണയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിക്കാൻ ഇടയാക്കിയതെന്നാണ് മാഷിന്റെ ഭാഷ്യം. ഉദാഹരണത്തിന് 10 ഡിവിഷനുകളിൽ കോൺഗ്രസിന് 1000-ൽ താഴെ വോട്ടുകളെ ഉള്ളെന്നാണ് മാഷ് ആരോപിച്ചത്. ന്യൂനപക്ഷം CPM-ൽ നിന്ന് അകന്നിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ മാഷ് ഇന്നലെയും ശ്രമിച്ചു. മലപ്പുറം ജില്ലയിൽ CPM-ന് 10 ലക്ഷം വോട്ട് കിട്ടി എന്നതായിരുന്നു ഇതിനുദാഹരണമായി CPM സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൽ ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ലെന്ന വിവരം മാഷ് മനഃപൂർവ്വം മറന്നുപോയി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദശാബ്ദങ്ങളായി വാണിരുന്ന പഞ്ചായത്തുകളിൽ പലതും കൈവിട്ടുപോയതിനെക്കുറിച്ച് മറന്നുകൊണ്ട് പാർട്ടിക്കിപ്പോഴും അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് MV ഗോവിന്ദൻ അവകാശപ്പെട്ടത്. 58 നിയമസഭാ സീറ്റുകളിൽ പാർട്ടിക്കിപ്പോഴും ഭൂരിപക്ഷം ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നാൽ 10% വോട്ട് കുറഞ്ഞതിനെപ്പറ്റി അദ്ദേഹം മിണ്ടിയുമില്ല. മറ്റു പാർട്ടികൾക്ക് നേട്ടമുണ്ടായെന്ന് സമ്മതിക്കാൻ മടിച്ച ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരം ഒഴിച്ചൊരിടത്തും BJPക്ക് നേട്ടമുണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാനും ശ്രമിച്ചു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കാതലായ വിഷയത്തെപ്പറ്റി മിണ്ടാൻ അദ്ദേഹം തയ്യാറായില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഫലത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഒട്ടും ഉണ്ടായിട്ടില്ലെന്നും തറപ്പിച്ചു പറയാൻ അദ്ദേഹം മടിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് കേരളത്തിലെ ഏത് കണ്ണുപൊട്ടനും കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മാത്രം അത് മനസ്സിലായിട്ടില്ല. ഭരണത്തിന്റെ നെറുകേടുകളും ഇടതുപക്ഷത്തിന്റെ അധാർമിക രാഷ്ട്രീയവും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഹരിക്കാമെന്നും സൈബർ വെട്ടുകിളികളെ ഇറക്കി സമൂഹത്തെ സമരസജ്ജരാക്കാമെന്നും കോടികളുടെ PR വർക്ക് കൊണ്ട് ആഭ്യന്തരത്തിന്റെയും ആരോഗ്യത്തിന്റെയും പിടിപ്പുകേടുകളെ വെള്ളപൂശാമെന്നും കരുതിയ ആസ്ഥാന വിദൂഷകന്മാർ മുഖ്യമന്ത്രിയെ വഴിതെറ്റിച്ചതാണോ അതോ അവരെ മുഖ്യമന്ത്രി വഴിതെറ്റിച്ചതാണോ എന്ന് കണ്ടെത്താൻ ഇത്തവണയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ വെള്ളാപ്പള്ളി, സുകുമാരൻ നായർ, അച്ചുതണ്ടിനെ കൊണ്ട് രഥമുരുട്ടിക്കാമെന്ന് കണക്ക് കൂട്ടിയ മുഖ്യമന്ത്രിക്ക് പറ്റിയ തെറ്റ് ചൂണ്ടിക്കാട്ടാൻ ഒരു സെക്രട്ടേറിയറ്റ് അംഗവും തയ്യാറായില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് പൊളിറ്റിക്കൽ ഇസ്ലാമിനും ശേഷം ഹിന്ദുമത രാഷ്ട്രവാദികളെയും വെള്ളമൊഴിച്ചു വളർത്താൻ ശ്രമിച്ച പിണറായിസത്തിന്റെ പരാജയം അതിദരിദ്രവാസികൾക്കും കേവല ദരിദ്രവാസികൾക്കും മനസ്സിലായെങ്കിലും നേതൃത്വത്തിന് മനസ്സിലായില്ല. നേതൃത്വം ദരിദ്രവാസികളല്ലല്ലോ, പൗരപ്രമുഖരാണല്ലോ. എന്താണെങ്കിലും കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണം കൊണ്ട് CPM എന്ന ജനകീയ ജനാധിപത്യ പാർട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നതെന്ന് ഭരണവൈകൃതങ്ങളെയും വേതാളങ്ങളെയും കണ്ണടച്ച് പിന്താങ്ങുന്ന പാർട്ടിയുടെ തെറ്റായ ശൈലി ഈ സാധാരണ അംഗങ്ങളെ രോഷം കൊള്ളിക്കുന്നുണ്ട്. അതാണ് ഒരിക്കലും കാണാത്ത വിധം പാർട്ടിയിൽ ഇത്രയും റിബലുകൾ പൊട്ടിമുളച്ചത്. സഹയാത്രികരും അനുഭാവികളും വിരൽത്തുമ്പിൽ മഷി പുരട്ടിയപ്പോൾ പാർട്ടി ചിഹ്നം മറന്നുപോയത്. നോവുന്ന ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന തത്വശാസ്ത്രത്തിൽ നിന്ന് പാർട്ടി അകന്നതും ജനാധിപത്യത്തിന്റെ അന്ത്യത്തിന് ആണിയടിച്ചതുമാണ് കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് പാർട്ടിക്കുണ്ടായ നേട്ടം. നേതൃത്വത്തിന്റെ തെറ്റുകളെ ചോദ്യം ചെയ്താൽ പാർട്ടി നടപടിയുടെ വാൾ ശിരസിൽ പതിക്കുമെന്ന ചിന്ത CPM-ൽ കൂടുതൽ അടിമകളെ സൃഷ്ടിച്ചെന്ന ആരോപണം വെറും പുകമറയല്ല, സത്യമാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് മുഖ്യമന്ത്രിക്ക് പാർട്ടിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞ നയം ഇതാണ് ഗോപിക. ആദ്യ 5 വർഷം കൊണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയെയും രണ്ടാമത്തെ 5 വർഷം കൊണ്ട് കേന്ദ്ര നേതൃത്വത്തെയും തന്റെ വരുതിയിലാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു. പാർട്ടിയിൽ വലതുപക്ഷവാദികൾ വളരുകയും ശുദ്ധ കമ്മ്യൂണിസ്റ്റുകൾ തളരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടി ഒന്നയഞ്ഞാൽ, അധികാരം നഷ്ടപ്പെട്ടാൽ, പാർട്ടി നേതൃത്വത്തിൽ നിന്ന് വഴിമാറി നിൽക്കേണ്ടി വന്നാൽ CPM-ൽ ഒരു ആഭ്യന്തര സംഘർഷം ആർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനെ ഗോവിന്ദൻ മാഷിന് എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളതും കാണേണ്ട കാഴ്ച തന്നെയാണ് ഗോപിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക.